വീണ്ടും വെളിപ്പെടുത്തലുകൾ. 4 നടന്മാരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്ന് നടി മീനു കുര്യൻ വെളിപ്പെടുത്തി. മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവരിൽ നിന്നായി ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം നേരിട്ടെന്നാണ് നടി സമൂഹമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. കൂടാതെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരിൽ നിന്നുമൊക്കെ അതിക്രമം നേരിട്ടിട്ടുണ്ടത്രേ. 2013 സിനിമാ താരങ്ങളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത്. ഇതോടെ മലയാള സിനിമാ മേഖല തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നെന്ന് മീനു കുര്യൻ പറഞ്ഞു. ഈ അമ്മയ്ക്ക് എന്തുവാ പ്രശ്നം? ജ്യോതിഷവശാൽ സെക്രട്ടറിയുടെ കസേര അത്ര സേഫ് അല്ല. ഇപ്പോൾ താൽക്കാലിക സെക്രട്ടറിയായ നടൻ ബാബുരാജിനെതിരെയും ലൈംഗിക ആരോപണമുയർന്നു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ആലുവയിലെ വീട്ടിലേക്ക് വിളിപ്പിച്ച് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത്. വീട്ടിലെത്തിയ തനിക്ക് വിശ്രമിക്കാൻ ഒരു മുറി നൽകിയിരുന്നു. ഈ മുറിയിൽ വെച്ച് മോശമായി പെരുമാറുകയും പീഡിപ്പിക്കുകയും ചെയ്തു അത്രേ. സഹോദരനെ പോലെയാണ് ബാബുരാജിനെ കണ്ടിരുന്നത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബത്തിൽ നിന്നാണ് സിനിമാ സ്വപ്നങ്ങളുമായി വരുന്നത്. അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ബാബുരാജ് ആലുവയിലുള്ള വീട്ടിലേക്ക് വിളിപ്പിച്ചത്. വീട്ടിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെന്നും അവരോട് സംസാരിച്ചതിന് ശേഷം ഉചിതമായ വേഷം നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം. വിശ്രമിക്കാൻ നൽകിയ മുറിയിലെത്തി ബാബുരാജ് പീഡിപ്പിക്കുകയായിരുന്നു. തനിക്ക് പിറ്റേ ദിവസം മാത്രമാണ് ആ വീട്ടിൽ നിന്ന് പോരാൻ കഴിഞ്ഞത്. തനിക്കറിയാവുന്ന ചില പെൺകുട്ടികൾക്കും ബാബുരാജിൽ നിന്ന് സമാനമായ അനുഭവം ഉണ്ടായിരുന്നു. വിവാഹിതയായി കുടുംബജീവിതം നയിക്കുന്നതിനാൽ അവർക്കിപ്പോൾ തുറന്നു പറയാൻ സാധിക്കില്ല. ദുൽഖറിന്റെ നായികയാക്കാമെന്ന് പറഞ്ഞു വരെ നിർമ്മാതാക്കൾ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രയോജനമുണ്ടാകില്ലെന്നറിയാവുന്നത് കൊണ്ട് ആരോടും ഇക്കാര്യങ്ങൾ പറഞ്ഞില്ലെന്നും ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വ്യക്തമാക്കി. ഇനിയും ആരുടെയൊക്കെ പേരുകൾ പുറത്തു വരുമെന്ന് കാത്തിരിക്കാം. അതേസമയം നാളെ നടക്കാനിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നടൻ മോഹൻലാൽ രാജിവെക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. അദ്ദേഹം ചില ജ്യോതിഷന്മാരെയും സ്വാമിമാരെയൊക്കെ കാണാൻ പോയിരിക്കുക. അപ്പം ഈ സമയം കുറിച്ച് ദോഷമൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നും രാജിവെക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിനുള്ളൊരു തീരുമാനവും നമുക്ക് കേൾക്കാം.